നമ്മളിന്ന് ഉള്ളി കൊണ്ടല്ല, കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത്. ഉള്ളി കൊണ്ടുള്ള ഒരു ഐറ്റമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്, ചെയ്യാൻ പോകുന്നത്. അതിന് പച്ചമുളക്, കാന്താരി, ഇത് ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇത്രയും കാന്താരി എടുത്തിട്ടുണ്ട്. ബാക്കി ഇനിയും ചെയ്ത് കാണിക്കാം നമുക്ക്. ഉള്ളിക്കകത്ത് ഒഴിക്കാനുള്ള വെള്ളമാണ് ഇത് തയ്യാറാക്കാൻ പോകുന്നത്. അതിനകത്ത് നമ്മൾ ഇത്രയും കുരുമുളക് ഇട്ട്, ഒരു കറുവപ്പട്ട, ഇനി ഉപ്പ്, രണ്ട് സ്പൂൺ പഞ്ചസാര. നമ്മൾ ആ ഉള്ളിയുടെ അനുസരിച്ച് പിന്നെ വെള്ളം എടുക്കേണ്ടത്. 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. തിളച്ചതിന് ശേഷം പിന്നെ തിളച്ചിട്ട് നമുക്കതിൻ്റെ ചൂട് കുറച്ച് കുറഞ്ഞതിന് ശേഷം വിനാഗിരി ഒഴിക്കാമേ, കുറച്ച്. ഇത് നല്ലതായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് ആറിയതിന് ശേഷമാണ് അത് അതിനകത്തിൽ നമുക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ ചൂട് കുറഞ്ഞതിന് ശേഷം നമുക്ക് തയ്യാറാക്കുന്നതിനകത്തോട്ട് ഒഴിക്കാം. ഇത് നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത്, ഇത്രയും ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു ക്യാരറ്റ് എടുത്തേ, ഒരു ക്യാരറ്റ്. പിന്നെ ബീട്രൂട്ടാണ് എടുക്കുന്നത്. ഈ ബീട്രൂട്ടും കൂടെ അരിയുക, അതുകൂടെ അതിനകത്ത് നമ്മൾ വന്നിട്ട് ചേർക്കേണ്ടതാണ്. വെള്ളം തിളച്ചത് അത് ആറാൻ വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ആറിയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഇത് ഇടാൻ പറ്റത്തുള്ളൂ. നല്ല ചൂടല്ലേ, തിളച്ച വെള്ളമല്ലേ അത്. അതിനകത്ത് നമ്മൾ പിന്നെ 2 സ്പൂണ് പഞ്ചസാര, പിന്നെ ഉപ്പ്, കറുവപ്പട്ട, കുരുമുളക്, ഇത്രയുമാണ് നമ്മൾ അതിനകത്ത് ചേർത്തേക്കുന്നത്. ബാക്കിയൂടെ ഇത് ചെയ്തിട്ട് ബാക്കിയൂടെ കാണിക്കാം. അതിൻ്റെ കൂടെ ഇതിൻ്റെ ഈ ഇലയൂടെ ഇടണേ. ഇതാണ് നമ്മളുടെ കറുവപ്പട്ടയുടെ പോലത്തെ ഒരു ഇലയാണല്ലോ ഇത്, ഇറച്ചിക്കൊക്കെ ഇടുന്ന ഇലയാണ്. ഇതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. പിന്നെ ഭക്ഷണയില ഉണങ്ങിയത് എടുത്തിടുന്നത്. ഒഴിക്കുവാണേ, കുറച്ച് ഇത്ര എടുത്തിട്ടുണ്ട്, കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. ഒരു പുളിയൊക്കെ കിട്ടുമല്ലോ, അപ്പം ഒരു പുളിയും കൂടെ ആവും. ഇതിലോട്ട് നമ്മൾ ഉള്ളിയെ, ബീട്രൂട്ട്, ക്യാരറ്റ്, ഇല, ഇതെല്ലാം കൂടെ ഇടുവാണേ. പച്ചമുളകും കാന്താരി. ഇതിലോട്ട് നമ്മൾ ഈ വെള്ളം ഒഴിക്കുവാണേ. ചൂടാറിയതാണേ, ചൂടാറിയതിന് ശേഷം ചെയ്യാവേ. ഇത്ര ഐറ്റം എല്ലാം കൂടി ഇട്ടേ. ഇത് ഒരു പിന്നെ ചീത്തയാകാതിരിക്കാനായിട്ടാണ് വിനാഗിരി ഒഴിച്ചേക്കുന്നത്. ഇത് നല്ല ഉപ്പും പുളിയും ആ മധുരത്തിൻ്റെ എല്ലാം കൂടെ ആകുമ്പോൾ ഇതങ്ങ് പിടിച്ച് നല്ലത്. ഇത് ഓരോ കഷ്ണം നമുക്ക് എടുത്ത് കഴിക്കാം. നമുക്ക് വേണേൽ കഞ്ഞി കുടിക്കുമ്പോഴോ ചോറിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും നമുക്കിത് എടുത്ത് കഴിക്കാൻ നല്ലതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എന്നോട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ ഒരു വീഡിയോ. ഇത് ഒരു പിന്നെ ഒരാഴ്ച ഇരുന്നിട്ട് ഇത് എടുക്കാവേ. അതെല്ലാം ഒന്ന് ഉപ്പും പുളിയും എല്ലാം ഒന്ന് പിടിക്കട്ടെ, എന്നിട്ട് നമുക്കിത് എടുത്ത് കഴിക്കാവേ.